ഹായ് ഓൾ, ഗുൽമർഗിലാണുള്ളത്. ഗുൽമർഗിൻ്റെ കേബിൾ കാറിൻ്റെ സെക്കൻഡ് ഫേസിലാണ് നിലവിലുള്ളത്. നവംബർ 18-നാണ് തീയതി. നിലവിൽ സ്നോ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു നെക്സ്റ്റ് മൗണ്ടനിൽ വരെ സ്നോ എത്തിയിട്ടുണ്ട്. ഒരു നവംബർ ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഡിസംബറിലേക്കോ ഫുൾ സ്നോ അവിടെ എത്തുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. ഈ ഗുൽമർഗ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആസ് എ ട്രാവൽ ഏജൻസി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ റെസ്പോൺസിബിൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഗുൽമർഗിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഗസ്റ്റും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കേബിൾ കാർ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഫേസിലെത്തി ഇവിടെ എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെ. പക്ഷെ നമ്മൾ ഈ കേബിൾ കാറിൻ്റെ പാർക്കിങ്ങിൽ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ലോക്കൽ ആളുകൾ അവർ വന്ന് കേബിൾ കാറിനെയും കാട്ടിലും ഭംഗി ഇവിടുത്തെ വില്ലേജുകളാണ്. വില്ലേജുകൾ ഭംഗിയില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഗുൽമർഗിൽ നമ്മൾ വരുന്നത് കേബിൾ കാർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വില്ലേജും വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരേ സമയം നമ്മുടെ ഗസ്റ്റുകൾ അവർ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്നാൽ അതേസമയം തന്നെ ഈ ഒരു ഡെസ്റ്റിനേഷനും കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഇവിടുത്തെ ലോക്കൽ ജനങ്ങളുണ്ട്. അവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ടൂറിസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു റെസ്പോൺസിബിൾ ട്രാവൽ ഏജൻ്റ് ആവുക എന്നുള്ളതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതൊരു മൊറാലിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ വരുന്നെങ്കിൽ ഈവൻ പാർക്കിംഗ് വരെ ഇവിടെ നമുക്ക് വരാൻ കഴിയില്ല. താഴെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിർത്തി അവിടുന്ന് ചെയിൻ കാറിൽ സ്നോ ഉള്ളതുകൊണ്ട് ചെയിൻ കാർ ഇട്ടിട്ട് കൊണ്ടുവരും പാർക്കിംഗ് വരെ എത്താൻ. പിന്നെ പാർക്കിംഗ് വരെ എത്തുമ്പോൾ പാർക്കിംഗ് മുതൽ കേബിൾ കാറിൻ്റെ എൻട്രി വരെ ഒരു 1.5 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. ചിലപ്പോൾ ഹോഴ്സ് റൈഡൊക്കെ വന്നിട്ട് കുറേ നടക്കാനുണ്ട്, ടാക്സിക്കാരൊക്കെ ഒന്ന് കുറേ നടക്കാനുണ്ട് എന്നൊക്കെ പറയും. നമുക്ക് ടാക്സി നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെർ ഹെഡ് 20-30 രൂപ വരെ അവിടുന്ന് ടാക്സി കിട്ടും. അതല്ലെങ്കിൽ 200 രൂപയ്ക്ക് ടാക്സി എടുത്തിട്ട് പാർക്കിങ്ങിൻ്റെ നമ്മളെ എൻട്രി സ്ലോട്ട് വരെ വരാം. അപ്പോൾ ഒരേ സമയം നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുകയും അതേസമയം ഈ ഡെസ്റ്റിനേഷനത്തെ ആളുകൾക്ക് ഒരു സഹായവുമായി ആസ് എ റെസ്പോൺസിബിൾ ട്രാവലറായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാം. താങ്ക് യു.